നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. എൻ്റെ ചാനലിൻ്റെ പേര് ഫ്രാപ്പർ ആക്വ. സോ ഈ വീഡിയോ ഞാൻ ഓൾറെഡി ഇംഗ്ലീഷിൽ ഉണ്ടാക്കിയതാണ് കുറച്ച് 2 വീക്സ് 1.5 വീക്സ് ബാക്ക്. അപ്പോൾ കുറേ പേർക്ക് വീഡിയോ വളരെ ഇഷ്ടപ്പെട്ടു. കുറേ പേര് പറഞ്ഞു ഇങ്ങനെ വേറെ വേറെ ലാംഗ്വേജ് ഞാനിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, ഓരോന്നായിട്ട് ഓരോ വേറെ ലാംഗ്വേജിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മലയാളത്തിലൊന്ന് ഈ വീഡിയോ ഒന്നും കൂടി റീക്രിയേറ്റ് ചെയ്യാം. സോ ഈ വീഡിയോ ബേസിക്കലി നമ്മൾ സംസാരിക്കുന്ന മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ഫിഷ് ടാങ്കിനെ എങ്ങനെ സെറ്റ് ചെയ്യണം. ഇത് വളരെ ഒരു ബേസിക് ടാങ്കാണ്, ബെയർ ബോട്ടം ടാങ്കാണ്, പ്ലാന്റഡും സബ്സ്ട്രേറ്റും ഒന്നുമില്ല. അപ്പോൾ ഈ ടാങ്കിനെ നമ്മൾ എങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നു, പിന്നെ അതിൻ്റെ വേണ്ടപ്പെട്ട എന്തൊക്കെ മെയിൻ കാര്യങ്ങൾ ലൈക്ക് സ്റ്റിക്കർ, ഫിൽട്രേഷൻ, ലൈറ്റിംഗ്, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. സോ അതാണ് ഞാൻ ഈ മെയിനായിട്ട് ഈ വീഡിയോയിൽ കാണിക്കാൻ നോക്കിയിട്ടുള്ളത്. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്ത കുറേ പ്രോഡക്ട്സ് ഉണ്ട്, ലൈക്ക് എന്ന് പറയാം, നമ്മൾ ലൈറ്റ് ആയാലും ശരി, ഫിൽട്രേഷൻ ആയാലും ശരി, അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ ഞാൻ ആമസോണിൽ പർച്ചേസ് ചെയ്തതിൻ്റെ ലിങ്ക്സ് എല്ലാം ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. ഉള്ള കുറേ കാര്യങ്ങൾ, ജനറലായിട്ട് വേണ്ട കുറേ കാര്യങ്ങൾ എല്ലാത്തിനെയും ഡീറ്റെയിൽസ്, ആമസോൺ ലിങ്ക്സ് നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഇതിൽ കുറേ പേര് കമൻറ്റ് ചെയ്യും, ഈ ഫിൽറ്റർ എവിടെ നിന്ന് വാങ്ങിച്ചു, ഈ ലൈറ്റ് എവിടെ നിന്ന് വാങ്ങിച്ചു എന്നൊക്കെ. സോ എവറിഥിങ് ഈസ് മെൻഷൻഡ്, ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാം മെൻഷൻഡ് ആണ്. സോ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഡെഫിനറ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ബെൽ ഐക്കോൺ അടിക്കണം. ബെൽ ഐക്കോൺ അടിച്ചാലേ നമ്മൾ അടുത്ത വീഡിയോ എപ്പോഴാണ് വരുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം. പിന്നെ നമ്മൾ ഈ ചാനൽ റെഗുലറായിട്ട് ഡിസ്കസ് കീപ്പിംഗ്, പ്ലാന്റഡ് ടാങ്ക്സ്, മറീൻ ടാങ്ക്സ്, ഫ്ലവർ ഹോൺ, പിന്നെ കുറേ ഈ ഹോബിനെ പറ്റിയുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് പറ്റിയിട്ടുള്ള കുറച്ച് വീഡിയോസാണ് റെഗുലറായിട്ട് ഉണ്ടാക്കാറ്. അപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ 5 ലാംഗ്വേജിൽ എല്ലാ വീഡിയോസും ഓരോന്നായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് വളരെ വളരെ അത്യാവശ്യം ആൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ പ്ലീസ് ഡു സപ്പോർട്ട്. അപ്പോൾ വീഡിയോയിലേക്ക് എടുക്കാം. ശരി. സോ നമ്മൾ ഗ്ലാസ് വാങ്ങിച്ചു കഴിഞ്ഞു. 10mm ഗ്ലാസ്സാണിത്. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ കടയാണ്. ഫ്രണ്ടാണ് എൻ്റെ എല്ലാ ഫിഷ് ടാങ്ക് ഉണ്ടാക്കുക. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ ഗ്ലാസ് വാങ്ങിച്ചു കൊടുക്കും, പിന്നെ പുള്ളിക്കാരൻ ടാങ്ക് ഉണ്ടാക്കും. പിന്നെ ഇങ്ങനെ ഓരോന്നായിട്ട് പുള്ളിക്കാരൻ സെറ്റാക്കും. ഇപ്പോൾ ടാങ്ക് റെഡിയായി. ടാങ്ക് ഇങ്ങനെ ഉള്ളത് ഇപ്പോൾ. ഇതിൻ്റെ സൈസ് നോക്കിയാൽ നമ്മൾ 32 ഇഞ്ചസ് വിഡ്ത്ത്, 18 ഇഞ്ച് ഡെപ്ത്ത്, പിന്നെ 18 ഇഞ്ച് ഹൈറ്റ്. ഈ സൈസ് ഞാൻ കുറച്ച് ഓടാണ്, പക്ഷേ 3 അടീൻ്റെ ടാങ്ക് ആണെങ്കിൽ നല്ലതാണ്. എന്താ വെച്ചാൽ എനിക്ക് അവിടെ വെക്കാൻ എൻ്റെ സ്റ്റാൻഡിൽ അത്രയും സ്ഥലമുള്ളൂ. പിന്നെ ഈ ഫിഷ് ടാങ്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഞാൻ ലിങ്ക് ഈ കാർഡ്സിൽ വിടാം. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പോകുന്നില്ല. ഇനി ഇതിനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കുറച്ച് പണികളുണ്ട്, അതിലേക്ക് നമുക്ക് കിടക്കാം. ടാങ്ക് വീട്ടിലെത്തി. ഇത് ബോട്ടമാണ്, ടാങ്കിൻ്റെ ബോട്ടം ഗ്ലാസ്സാണ്. അതിൽ ഞാനിപ്പോൾ വൈറ്റ് സ്റ്റിക്കർ ഒട്ടിച്ചു. ഞാൻ കുറേ വീഡിയോസിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ബോട്ടമിൽ ഈ വെള്ള സ്റ്റിക്കർ ഒട്ടിക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബെയർ ബോട്ടം ടാങ്കിൽ. എന്താ വെച്ചാൽ ഈ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കാണ്ട് വെള്ളം നിറച്ചാൽ ഈ ഒരു കണ്ണാടീൻ്റെ പോലത്തെ ഒരു എഫക്റ്റ്, ഒരു മിറർ പോലത്തെ എഫക്റ്റ് ആയിരിക്കും. അത് ഈ ഡിസ്കസിന് ഭയങ്കര ഒരു സ്ട്രെസ് കൊടുക്കുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ഡിസ്കസ് വന്നിട്ട് ബോട്ടം നിന്നാണ് തിന്നുക. അവർ തിന്നുന്നത് താഴെ നിന്നാണ്. അപ്പോൾ അവരെല്ലാ ഫുഡും താഴെയായിരിക്കും. അപ്പോൾ ഈ കണ്ണാടി പോലത്തെ എഫക്റ്റ് വരുമ്പോൾ ഇവർ താഴെ പോകുമ്പോൾ അവർ സ്വന്തം കണ്ടിട്ട് അവർ പേടിച്ചിട്ട് പിന്നെ തിന്നാണ്ടിരിക്കും. ഇതെല്ലാം മെയിനായിട്ട് പുതിയ മീൻ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മളുടെ അടുത്ത് കുറേ കാലങ്ങളെ ഉണ്ടായിട്ടുള്ള സെറ്റായിട്ടുള്ള മീനൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലും നമുക്ക് വെക്കാം, ഒരു പ്രശ്നമില്ല. ഈ പുതിയ മീൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഈ വെള്ള സ്റ്റിക്കർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കുറേ വീഡിയോസിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. വെള്ളം ഇല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ അല്ലെങ്കിൽ ലൈറ്റ് കളേഴ്സ്, ഡാർക്ക് കളേഴ്സ് അവോയ്ഡ് ചെയ്യുക. ചില മീനിന് അത് ഭയങ്കരമായിട്ട് ഈ ചെറിയ ബ്ലാക്ക് സ്പോട്ട്സ്, പെപ്പറിങ് എന്ന് പറയും, ആ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വരും. അപ്പോൾ ഈ വെള്ള സ്റ്റിക്കർ ഞാൻ പിന്നെ എല്ലാ സൈഡിലും ഒട്ടിക്കും. ഫ്രണ്ട് ഗ്ലാസ് മാത്രം ഓപ്പൺ ചെയ്തിട്ട് വെക്കുക. ഈ സ്ട്രെസ്സ് കുറയ്ക്കാൻ മാത്രം വളരെ 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 ഞാൻ കുറേ പ്രാവശ്യം പറയുന്നുണ്ട്, പക്ഷേ അതൊന്ന് ചെയ്യുക. അത് ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് മീനിൽ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണും. ഈ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ ടാങ്ക് ഇങ്ങനെ ഉണ്ടാവും, നല്ല പ്യുവർ വൈറ്റ് കണ്ടില്ലേ.
നല്ല രസം ഉണ്ടാവും കാണാൻ. സൈഡെല്ലാം കവേർഡാണ്. ഈ സ്റ്റിക്കർ എങ്ങനെ ഒട്ടിക്കുക ഇതിനെപ്പറ്റി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലോട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കയറുന്നില്ല. എന്താ വെച്ചാൽ അത് പിന്നെ കുറേ ലെങ്ത് ആവും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം. കണ്ടില്ലേ, ഇപ്പോൾ ഒരു ഗ്ലാറും ഇല്ല, വെള്ളം നിറച്ചാൽ പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ ടാങ്കിനെ അതിൻ്റെ സ്ഥലത്തോട്ടേക്ക് മാറ്റാം. ഇതാണ് അതിൻ്റെ സ്ഥലം. അപ്പോൾ ചെറിയ ഗ്ലാരൊക്കെ അടിക്കേണ്ടത്, അത് പ്രശ്നമില്ല. പക്ഷേ ഇതിൻ്റെ ടാങ്കിൻ്റെ ലീക്ക് ടെസ്റ്റും അതൊക്കെ ചെയ്തു. ഞാൻ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഒക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. സോ ടാങ്ക് അതിൻ്റെ സ്ഥലത്തെത്തി. ഇനിയിപ്പോൾ നമുക്കിതിൽ വെള്ളം നിറയ്ക്കാം. വെള്ളം നമ്മളെപ്പോഴും ഏജ് ചെയ്ത വെള്ളം മാത്രമേ, ഏജ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് പിടിച്ച് വെച്ച് വെള്ളം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഡിസ്കസ് ടാങ്കിൽ. ഡയറക്റ്റായിട്ട് എടുത്തിടുന്നത് മോശമാണ്. എന്താ വെച്ചാൽ അതിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഫിഷിനെ ബാധിക്കും. സോ നമുക്കിപ്പോൾ ഏജിങ് എങ്ങനെ ചെയ്യണം അതിനെപ്പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതവന്മാരെല്ലാം എൻ്റെ പഴയ ചെറിയ കുട്ടികളായിരുന്നു. ഇപ്പോൾ ചെറുതല്ല, നല്ലോണം വലുതായി. ഇതെൻ്റെ ഫസ്റ്റ് വലിയ ഡിസ്കസ് ടാങ്കാണ്. ഇവന്മാരെല്ലാം നിങ്ങൾ കുറേ വീഡിയോസിൽ ഇവന്മാരെ കണ്ടിട്ടുണ്ടാവും. ഇവർക്ക് മൊത്തം ജോളിയാണ് ഇവിടെ. അപ്പോൾ ലൈറ്റ് ഫിക്സ് ആക്കി. അപ്പോൾ നമുക്ക് ഇതിൽ വെള്ളം നിറയ്ക്കാം. അപ്പോൾ ഏജിങ് ടാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും വെള്ളം പിടിച്ചു വെച്ച്, ഇത് ഞാൻ എപ്പോഴും പിടിച്ചു വെക്കുന്നത് ഒരു 100-150 ലിറ്ററിൻ്റെ ഡ്രമ്മാണ്. അതിൽ ഞാൻ എപ്പോഴും പിടിച്ചു വെക്കുന്നത്. പിന്നെ ഈ ഒരു ഹുക്ക് ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. ഇതിനെപ്പറ്റി ഞാൻ ഓൾറെഡി വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ വിടാം. ഇത് ചെയ്താൽ വളരെ ഈസിയാണ്. നമുക്ക് വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ ഇത് ചുമ്മാ നമുക്ക് എടുത്ത് എല്ലാ ടാങ്കിന് മേലും തൂക്കിയിടാം. ഇപ്പോൾ 4-5 ടാങ്ക് ഉണ്ടെങ്കിൽ ഒറ്റ പൈപ്പ് കൊണ്ട് നമുക്കത് വേറെ വേറെ ടാങ്കിലോട്ട് എടുത്ത് തൂക്കിയിടാം. അപ്പോൾ ലോഗോ ഇപ്രാവശ്യം കാണാൻ നല്ല രസമുണ്ട്. എന്താ നിങ്ങൾക്കെല്ലാം വാട്ട് ഡു യു തിങ്ക്? ഇങ്ങനെയുണ്ട് നമ്മൾ ഈ ടാങ്ക്? ഫീഡ്ബാക്ക് എന്തായാലും വേണം. അപ്പോൾ ഇങ്ങനെ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വേറൊരു, ഇപ്പോൾ അര ടാങ്ക് ഫില്ലായിക്കോട്ടെ, അതിന് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് സംഭവം പറഞ്ഞാൽ ഈ തെർമോമീറ്റർ. എല്ലാ ഫിഷ് ടാങ്കിലും ഈ തെർമോമീറ്റർ വളരെ വളരെ ആവശ്യമാണ്. എന്താ വെച്ചാൽ തെർമോമീറ്റർ കൊണ്ട് നമുക്ക് ടെമ്പറേച്ചർ ശരിക്കും മനസ്സിലാവുള്ളൂ. ചില പേര് വെറുതെ ഹീറ്റർ ഇട്ടിട്ട് വെച്ചേക്കും. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഡിസ്കസ് വന്നിട്ട് 26 to 28 ഡിഗ്രിയാണ് ഐഡിയൽ ടെമ്പറേച്ചർ. പിന്നെ ഞാൻ എപ്പോഴും ഗ്ലാസ്സാണ് യൂസ് ചെയ്യുക. ഞാൻ ഡിജിറ്റലും യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഗ്ലാസ്സിനെ കൊണ്ട് എന്താ വെച്ചാൽ അത് കറക്റ്റ് റീഡിങ് കാണിച്ചു തരും. ഓക്കെ, സോ ഡിജിറ്റലിലെ പ്രശ്നം എന്താ വെച്ചാൽ ഡിജിറ്റൽ തെർമോമീറ്റേഴ്സും ഉണ്ട്. പക്ഷേ ഡിജിറ്റൽ തെർമോമീറ്ററിലെ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് കാലം കഴിഞ്ഞ് ഇതിൻ്റെ ബാറ്ററി കുറയുമ്പോൾ ഇതിൻ്റെ റീഡിങ് മാറും. അപ്പോൾ പിന്നെ നമുക്കത് മനസ്സിലാകത്തില്ല. അപ്പോൾ ഈ ഗ്ലാസ് ആണെങ്കിൽ കോമൺ ആയിട്ട് എല്ലാ ഇത് ഇങ്ങനത്തെ സാധനം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഗ്ലാസ്സിന് മുകളിൽ ഈ ഒട്ടിക്കുന്ന പോലത്തെ തെർമോമീറ്റേഴ്സും കിട്ടും. സോ ഈ ടെമ്പറേച്ചർ കുറയുമ്പോഴാണ് നമ്മൾ കറക്റ്റായിട്ട് ഹീറ്ററൊക്കെ ഇടേണ്ടത്. ഹീറ്റർ ശരിക്കുള്ള സമയത്ത് ഇട്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷനും വരേണ്ട ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ സംഭവം എല്ലാ ഫിഷ് ടാങ്കിലും ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. അതെന്തായാലും വേണം. ഞാൻ എൻ്റെ ടാങ്കിൽ 2 വെക്കും, ഡിജിറ്റലും വെക്കും, നോർമലും വെക്കും. അതെൻ്റെ ഒരു ഇത്. പക്ഷേ തെർമോമീറ്റർ എന്തായാലും 100% ആയിട്ട് വേണം. ഇല്ലെങ്കിൽ പണി കിട്ടേണ്ട നല്ല ചാൻസ് ഉണ്ട്. ഇപ്പോൾ ടാങ്ക് മൊത്തം നിറഞ്ഞു. ഇനി നമ്മൾ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ലൈറ്റിങ്ങും പിന്നെ ഇതിൻ്റെ ഫിൽട്രേഷനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. മെയിൻ സംഭവം ലൈറ്റിംഗ് ഇതിൻ്റെ ഡിസ്കസ് ടാങ്കിന് നമുക്ക് മേജർ ലൈറ്റിങ്ങിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്തത് ഈ ഡീബോൻ്റെ DE301 7 വാട്ട്സിൻ്റെ ലൈറ്റ്, LED, നോർമൽ LED ലൈറ്റാണ്. ഡിസ്കസിന് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ലൈറ്റിംഗ് ഒന്നും ആവശ്യമില്ല. നമ്മൾ പ്ലെയിൻ ടാങ്ക് ആണല്ലോ, അതുകൊണ്ട് മീനിനെ കാണാൻ വേണ്ടിയിട്ടുള്ള കാര്യം മാത്രമേ നമുക്ക് ലൈറ്റിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ കണ്ടിന്യൂസ് ലൈറ്റ് ഇട്ട് വെക്കണം അങ്ങനെയൊന്നുമില്ല. ഞാൻ പിന്നെ ജനറലി വൈകുന്നേരം അങ്ങനത്തെ ടൈമിൽ മാത്രമേ ഇടാറുള്ളൂ. ഇത് 7 വാട്ട്സിൻ്റെ ഇതാണ്, ലൈറ്റാണ്. എനി ലൈറ്റിംഗ് ഇസ് മോർ ദാൻ ഇനഫ്. പിന്നെ മോസ്റ്റ് പ്രധാനപ്പെട്ട കാര്യം ഫിൽട്രേഷൻ. ഇതിലിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള RS2000-ൻ്റെ 5 വാട്ട്സിൻ്റെ ഹാങ് ഓൺ ഫിൽറ്ററാണിത്. അപ്പോൾ ഈ ഹാങ് ഓൺ ഫിൽറ്റർ നമ്മൾ ഫിൽട്രേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. കുറേ പേര് അതിൽ കുറേ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. വെറുതെ എന്തെങ്കിലും ഒരു ചുമ്മാ എയർ സ്റ്റോണും സ്പോഞ്ച് ഫിൽറ്ററൊക്കെ ഇട്ടിട്ട് വിടും. സോ ഫിൽട്രേഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അത് നമ്മൾ പറഞ്ഞാൽ 7 to 10 ടൈംസ്. ഇപ്പോൾ നമ്മൾ വാട്ടർ വോള്യൂം എത്രയുണ്ടോ അതിൻ്റെ മുകളിലാണ് നമ്മൾ കാൽക്കുലേറ്റ്. ആദ്യം നമ്മുടെ ടാങ്കിൽ എത്ര വെള്ളമുണ്ടെന്ന് മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് 7 to 10 ടൈംസ്. ഇപ്പോൾ 700 ലിറ്റർ നമ്മൾ ഫിഷ് ടാങ്ക് ആണെങ്കിൽ 700 to 1000 ടൈംസ്
ഉള്ള ഫിൽറ്ററാണ് നമ്മൾ നോക്കേണ്ടത്. സോ എല്ലാ ഫിൽറ്ററിൻ്റെ ബോക്സിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും. ഈ ഒരു ഫിൽറ്റർ കണ്ടാൽ 800 ലിറ്റേഴ്സ് പെർ അവറിൻ്റെ ഇതാണ്, കണ്ടില്ലേ? ഇത് 800 ലിറ്റേഴ്സ് പെർ അവർ ഈ ഫിൽറ്ററിൻ്റെ അകത്ത് വെള്ളം പോയിട്ട് 1 മണിക്കൂർ പോയിട്ട് വരും. 800 ലിറ്റേഴ്സ്. സോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് തിങ് നമ്മൾ വേണ്ടത്, നമ്മൾ ടാങ്കിലുള്ള വെള്ളം എത്രയുണ്ട്, ആ വെള്ളം ഇപ്പോൾ ഞാനത് എക്സാമ്പിൾ തന്നത് 100 ലിറ്റർ ആണെങ്കിൽ 700 to 1000 പെർ അവർ ആയിരിക്കണം നമ്മൾ ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ട്. സോ നമ്മൾ ടാങ്ക് വലുതാവുന്ന സ്ഥിതിയിൽ നമ്മൾ ഇതേപോലെ നോക്കണം. ചിലപ്പോൾ ഹാങ് ഓൺ ഫിൽറ്റർ ആ സൈസിന് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ കാനിസ്റ്റർ ഫിൽറ്റർ നോക്കണം. ഇപ്പോൾ 5 അടി 6 അടീൻ്റെ ടാങ്കിലൊക്കെ കാനിസ്റ്ററും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ സമ്പ് ചെയ്യണം. അപ്പോൾ അത് വളരെ വളരെ ഒരു അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു ടാങ്കിൽ നമ്മൾ നോക്കിയാൽ 800 ലിറ്റേഴ്സ് പെർ അവർ കുറച്ച് ചെറുതാണ്. പക്ഷേ ഞാനിതിൽ ഇത് മാത്രമല്ല, ഞാൻ വേറൊരു സ്പോഞ്ച് ഫിൽറ്ററും ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫിൽട്രേഷൻ എത്ര ജാസ്തി കൂട്ടുന്നോ അത്രയും നമുക്ക് വാട്ടർ ചേഞ്ചസ് കുറയ്ക്കാൻ പറ്റും. ഈ വാട്ടർ ചേഞ്ചസ് നമുക്കിപ്പോൾ കൂടുതൽ ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ പിന്നെ ഇത്രയും നമ്മൾ ഫിൽട്രേഷൻ്റെ ആവശ്യമില്ല. പക്ഷേ ഫിൽട്രേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ എത്ര ജാസ്തി ഫിൽട്രേഷൻ കൊടുക്കുന്നോ അത്രയും നമ്മൾ പണി കുറയുന്നു. അതാണ് മെയിൻ സംഭവം. പിന്നെ ഈ ഫിൽട്രേഷൻ പറയുന്നത് എപ്പോഴും ഒരു 24/7 ഓൾ ടൈം ഓൺ ആയിരിക്കണം. ഈ രാത്രി ഓഫ് ചെയ്യുന്ന പരിപാടിയൊന്നും ചെയ്യരുത്. ഓൾവേസ് ഓൺ ആയിരിക്കണം എല്ലാ ഫിൽറ്ററും. നെവർ ഓഫ് ചെയ്യാൻ പാടില്ല. കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ നേരം പവർ കട്ട് കഴിഞ്ഞാലൊക്കെ നമ്മൾ ഇത് ചെയ്യണം, നോക്കിയിട്ട് ചെയ്യണം. എന്താ വെച്ചാൽ അതിൻ്റെ ബെനിഫിഷ്യൽ ബാക്ടീരിയ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതാണ് ഈ സ്റ്റെബിലിറ്റി. ഈ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഇത് സീക്യാം ബ്രാൻഡിൻ്റെ സാധനമാണ്. ഇതേപോലത്തെ വേറെ കുറേ ബ്രാൻഡ്സും ഉണ്ട്. ഓഷ്യൻ ഫ്രീ ഉണ്ട്, അക്വാറ്റിക് റെമഡീസും, കുറേ ബ്രാൻഡ്സിൽ ഈ ബെനിഫിഷ്യൽ ബാക്ടീരിയ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ഈ ബെനിഫിഷ്യൽ ബാക്ടീരിയ എന്താണ്? ബെനിഫിഷ്യൽ ബാക്ടീരിയ പറഞ്ഞാൽ ഈ ഫിൽട്രേഷൻ്റെ ഉള്ളിൽ ഈ സ്പോഞ്ചും ഈ മീഡിയൻ്റെ എല്ലാം ബെനിഫിഷ്യൽ ബാക്ടീരിയ, നല്ല ബാക്ടീരിയ വളർന്ന് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ടാങ്കിൽ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ മീൻ വന്നു കഴിഞ്ഞാൽ വരുന്ന സംഭവമാണ് അമോണിയ. ഈ അമോണിയ ഒക്കെ തിന്നുന്ന സാധനമാണ് ഈ ബെനിഫിഷ്യൽ ബാക്ടീരിയ. അതുകൊണ്ടാണ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും ഫിഷ് ടാങ്ക് സൈക്കിൾ ചെയ്യുക, നൈട്രജൻ സൈക്കിൾ. അതിനെപ്പറ്റി ഞാൻ വീഡിയോസ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ബെനിഫിഷ്യൽ ബാക്ടീരിയ ബിൽഡപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പോഞ്ച് ഫിൽറ്ററൊക്കെ വെക്കുന്നത്. ഈ വെള്ളം ക്ലീൻ ചെയ്യാൻ മാത്രമല്ല, ക്ലീനിങ് എങ്ങനെയാണ് നടക്കുന്നത്? ഈ ബെനിഫിഷ്യൽ ബാക്ടീരിയനെ കൊണ്ടാണ് ഈ വെള്ളം ക്ലീൻ ആവുന്നത്. ഈ ചില സമയം നിങ്ങൾ കണ്ടിട്ടുണ്ടോ വെള്ളം ഭയങ്കര പാലടിച്ച പോലെ ഉണ്ടാവും, വെള്ള കളർ. അതൊക്കെ ഈ ബെനിഫിഷ്യൽ ബാക്ടീരിയ ബിൽഡാവാത്ത കൊണ്ട് വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഈ സ്റ്റെബിലിറ്റി വരുന്ന സംഭവം ഇതിനെ ഈ ഒരു പ്രോസസ്സിനെ കുറച്ച് വേഗം ചെയ്യിക്കും. നാച്ചുറലായിട്ട് വിട്ടാൽ നമ്മളൊരു 15-20 ദിവസം നമ്മൾ ടാങ്കിൽ മീനിടാൻ പാടില്ല. വെറും ഫിൽറ്റർ മാത്രം നടത്തണം. ഈ ഈ സ്റ്റെബിലിറ്റി യൂസ് ചെയ്താൽ നമുക്ക് വേഗം ഫിഷിനെ ആഡ് ചെയ്യാം. പക്ഷേ ഞാൻ എപ്പോഴും 1 week to 10 days എന്തായാലും ഫിഷ് ടാങ്കിനെ സൈക്കിൾ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഫിഷിനെ ആഡ് ചെയ്യുള്ളൂ. ഉടനെ ഈ ഫിഷ് വാങ്ങിച്ച് വന്ന ദിവസം വെള്ളം നിറച്ച് ടാങ്ക് ഇട്ട് ഫിൽറ്റർ ഇട്ടിട്ട് ഒരിക്കലും ചെയ്യരുത്. അത് വളരെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ ടാങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ സ്പോഞ്ച് ഫിൽറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടാങ്കിന് ആവശ്യമുള്ള ഒരു ഫിൽട്രേഷൻ ഇത് മോർ ദൻ ഇനഫ്. കുറേ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഫിൽട്രേഷൻ മസ്റ്റാണ്, എന്തായാലും വേണം. അപ്പോൾ ഞാനിതൊരു 10 ദിവസം 1 week to 10 days സൈക്കിൾ ചെയ്തിട്ട്, സൈക്ലിംഗ് പറഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞ പോലെ ഫിൽറ്ററൊക്കെ ഓടിച്ചിട്ട് സെറ്റായി കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ചെറിയ മീനുകളുണ്ട് ഡിസ്കസ്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടാങ്ക് ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു 10 ദിവസം 1 week to 10 days കഴിഞ്ഞിട്ട് ഞാൻ ഇവന്മാർ ഈ ടാങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ ടാങ്ക് സൈക്ലിങ്ങിലാണ്. ടാങ്ക് അടിപൊളിയായിട്ടുണ്ട്. ഇപ്രാവശ്യം ഈ ടാങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ചെറിയ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് വീട്ടിൽ നിന്ന്. ഇപ്പോൾ കുറച്ച് ദിവസമായി ഇവിടെ എത്തിയിട്ട് ഈ ടാങ്കിൻ്റെ അകത്ത് എല്ലാം കുറച്ച് പേടിച്ചിട്ട് തന്നെ സ്ട്രെസ്സിലാണ്. പക്ഷേ ഓക്കെ, അത്ര പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവരുടെ പുതിയ വീട് അവരൊന്ന് നോക്കി പിടിച്ച് ശരിയാവട്ടെ. അപ്പോൾ അങ്ങനെ സൈക്ലിംഗ് ടാങ്ക്, സ്റ്റിക്കർ, ഫിൽറ്റർ, അതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് നമ്മളെ ഫിഷ് ടാങ്കിൻ്റെ ഈ ഡിസ്കസ് ടാങ്ക് സെറ്റ് ചെയ്യുമ്പോൾ. ഇത് എൻ്റെ വീട്ടിൽ ഞാൻ വേറൊരു ടാങ്ക് സെറ്റ് ചെയ്തതാണ്. ഫ്രാപ്പറാക്കോ വലുതായി ഒട്ടിച്ചു, കാണാൻ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഈ ടാങ്ക് സിമ്പിളാണ്. ഞാൻ പറഞ്ഞ പോലെ സൈക്കിൾ ചെയ്തിട്ട് 1 week കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മീനിനെ കൊണ്ടുവന്നത്. ഒരു പ്രശ്നമില്ല, കണ്ടില്ല, ആക്റ്റീവാണ്, ഒരു പ്രശ്നമില്ല, തിന്നുന്നുണ്ട്. ഇതിൽ ഞാൻ സ്പോഞ്ച് ഫിൽറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു എയർ സ്റ്റോൺ ഉണ്ട്, സൈഡിലൊരു ഹാങ് ഓൺ ഫിൽറ്ററും ഉണ്ട്. അപ്പോൾ അതാണ് സൈക്കിൾ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ, ഈ സ്റ്റിക്കറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായി ചെയ്താൽ ഒരു പ്രശ്നമില്ല. പിന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഡിസ്കസ് ടാങ്കിന് നമ്മൾ വെള്ളം മേലെ വരക്കും നിറയ്ക്കുന്നുണ്ടെങ്കിൽ ഒരു റൂഫ് വേണം. ഒരു ഗ്ലാസിൻ്റെ പീസോ അക്രിലിക്കോ എന്തെങ്കിലും ഇടും. ഇവന്മാർ ചാടും. കുറച്ച് വലുതായി കഴിഞ്ഞാൽ കണ്ടില്ലേ,
ഇങ്ങനെ ഇവന്മാർ ചാടും, ചില സമയം ചാടി പുറത്തെത്തും. സോ ഒരു കവർ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡിസ്കസ് ടാങ്കിൽ ഒരു പ്ലാസ്റ്റിക്, ഇത് ഞാനിപ്പോൾ വെച്ചിട്ടുള്ള അക്രിലിക്കാണ്, ഒരു ഗ്ലാസിൻ്റെ പീസോ അങ്ങനെ എന്തായാലും പ്രശ്നം. പക്ഷേ കവർ എന്തായാലും വേണം, എസ്പെഷ്യലി കുറച്ച് വലിയ ബീനാകുമ്പോൾ എന്തായാലും ഇടണം. എന്താ വെച്ചാൽ ഇവന്മാർ ചാടും. അപ്പോൾ ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു, ഈ പ്രോജക്റ്റ് എങ്ങനെ ഉണ്ടാകും, നിങ്ങൾ കമൻറ്റ്സ് ഡെഫിനറ്റ് ആയിട്ട് ഇടണം. നമ്മൾ ഇങ്ങനത്തെ കുറേ വീഡിയോസ് ഇനി വരും. നമ്മളെ മെയിൻ ചാനൽ ഫ്രാപ്പർ ആക്വ ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പോൾ ഇത് നമ്മളൊരു പുതിയ ഇനിഷ്യേറ്റീവാണ് ഈ ഫ്രാപ്പർ ആക്വ മലയാളം. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ കമൻറ്റ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്കും ബൈ.